ഇത് ഹ്യൂസ്റ്റൺ വോയിസ്. ഹ്യൂസ്റ്റൺ വോയിസ് റേഡിയോ. ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. നമ്മുടെ ആൽമ മാറ്റർ SB കോളേജിനെ കുറിച്ചാണ് എൻ്റെ സുഹൃത്ത് മിസ്റ്റർ ഞങ്ങളുടെ ഒരുമിച്ച് പഠിച്ച ഒരേ സ്ഥാപനത്തിൽ അതിൻ്റെ മധുരിക്കുന്ന ഓർമ്മകൾ ഒന്ന് പങ്കുവെക്കാനാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് സംവദിക്കുന്നത്. അതിനു മുമ്പായിട്ട് ഞാൻ എന്നെക്കുറിച്ചും എൻ്റെ ഒരു പശ്ചാത്തലവും പറയാം. ഞാൻ റിട്ടയർ ചെയ്തത് സെൻറ്റ് ആൽബർട്ട്സ് കോളേജിലെ ഇക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് HOD ഹെഡ്സ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റായിട്ട്. പക്ഷെ അതിനു മുമ്പ് ഞാൻ എൻ്റെ ജീവിതം അല്ലെങ്കിൽ എൻ്റെ പഴയകാല ജീവിതം ആരംഭിച്ചത് ഹൈറേഞ്ചിലെ, ഹൈറേഞ്ച് എന്ന് പറയുമ്പോൾ ഇടുക്കി ജില്ലയിലെ വണ്ടമ്മേട് എന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചു വിടുന്നത്. ഞാൻ ആ ഒരു ചരിത്രം പറയുന്ന പശ്ചാത്തലം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ SB കോളേജിൻ്റെ നമ്മളിപ്പോൾ പലപ്പോഴും കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഒക്കെ നമ്മൾ പറയാറുണ്ട് പഠിപ്പിക്കാൻ. പക്ഷേ ഒരു അക്കഡമിക് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നൊരു ആശയം പ്രായോഗിക തലത്തിൽ നടപ്പാക്കിയൊരു കോളേജാണ് SB കോളേജ്. കാരണം ഞങ്ങളുടെ സ്ഥലം പോലെ, അതായത് വണ്ടമ്മേട് പോലെ അതിനടുത്തുള്ള കമ്പംമെട്ട്, നെറ്റിത്തൂന്ന്, കുറ്റടി, കൊച്ചറ ഇതൊക്കെ പോലെ ധാരാളം പ്രദേശങ്ങളുണ്ട്. വളരെ അവികസിതമായ ഇലക്ട്രിസിറ്റി പോലും എത്താത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഞങ്ങളുടെ സമയത്ത്, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തൊക്കെ. അവിടെ നാഷണൽ സർവീസ് സ്കീം, ചങ്ങനാശ്ശേരി SB കോളേജിൻ്റെ നാഷണൽ സർവീസ് സ്കീമിൻ്റെ വോളണ്ടിയേഴ്സ് പല, നമ്മൾ പറയത്തില്ല ഓണം കയറാമൂല എന്നൊക്കെ പറയും, അങ്ങനത്തെ പ്രദേശത്ത് ചെന്നിട്ട് റോഡുകൾ വെട്ടുകയും വർക്ക് ക്യാമ്പ് നമ്മൾ പറയുന്നത്. എന്നിട്ട് ഈ വർക്ക് ക്യാമ്പ് നടത്തി വെട്ടിയ റോഡുകൾ അവിടുത്തെ ജില്ലാ മേധാവികൾ, കളക്ടർ ഉൾപ്പെടെ ഏറ്റെടുക്കുകയും ആ പ്രദേശത്തെല്ലാം ടാറിട്ട നല്ല റോഡുകൾ വരികയും ആ പ്രദേശത്തിന് വികസനം ഉണ്ടാക്കിയത് ഈ NSSൻ്റെ വീടാണ്. അത് ചങ്ങനാശ്ശേരി SB കോളേജിലെ NSSൻ്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ, സോഷ്യൽ കോൺട്രിബ്യൂഷൻ ചോദിച്ചാൽ ഐ വുഡ് ഡെഫിനറ്റ്ലി സേ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഹൈ റേഞ്ചസ്, എസ്പെഷ്യലി ദ ഏരിയാസ് വിച്ച് ഐ മെൻഷൻഡ്. അത് പറയുമ്പോൾ ഏതാണ് നമ്മളൊരു പഴയ പ്രൊഫസറുടെ കാര്യവും പറയാതിരിക്കാൻ പറ്റാം. നമ്മുടെ സ്കറിയ സക്രിയ സാർ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഇവിടെ ഒരു കുറ്റിക്കൻ സാറുണ്ട്, രാജു കുറ്റിക്കൻ. ഇവർ രണ്ടുപേരാണ് നമ്മുടെ നാഷണൽ സർവീസ് സ്കീം നമ്മളെ സഹായിച്ചത്. ഇതുകൊണ്ടാണ് ഞാൻ ഈ എൻ്റെ പശ്ചാത്തലം കൊണ്ട് പറയാൻ കൊണ്ട് ഉദ്ദേശിച്ചത്. ഞാൻ ജനിച്ചവിടുന്ന സ്ഥലം വണ്ടമ്മേട്, 10ാം ക്ലാസ് വരെ എൻ്റെ അവിടെ എത്തുവിടാൻ കാര്യങ്ങളും പറയാം. എൻ്റെ മാതാപിതാക്കൾ അധ്യാപകരായിരുന്നു, രണ്ടുപേരും അധ്യാപകരായിട്ടാണ് അവരുടെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. പക്ഷേ എൻ്റെ പിതാവ് അവിടുന്ന് പിന്നീട് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാറി സെക്രട്ടറി റിട്ടയർ ചെയ്തു. പക്ഷെ അവരവിടെ ഇവിടുന്ന് നാട്ടിൽ നിന്ന് പോയി അവിടെ വണ്ടമ്മേട് സെൻറ്റ് ആൻഡ്രീസ് സ്കൂളിൽ പഠിപ്പിച്ചു. അങ്ങനെ അവിടെ ഞങ്ങളുമായി ഞാൻ ജനിച്ചു വളർന്നു. പിന്നെ ജീവിതത്തിൽ ഒരുപാട് നിമിത്തങ്ങളുണ്ടാവുമല്ലോ നമുക്ക്, നിമിത്തങ്ങൾ. ഞങ്ങളുടെ അവിടുത്തെ ഒരു സാധാരണ രീതി വെച്ചിട്ട് ഒരു 10ാം ക്ലാസ്സൊക്കെ കഴിയുമ്പോൾ ഞങ്ങളുടെ ഭാഷ പറഞ്ഞാൽ ഒരു കുമാരതുമ്പ വാങ്ങിച്ചു തരും. മോനെ, നീ ആ കപ്പയ്ക്ക് ഇടയ്ക്ക് മോട, അല്ലെ ആ മുടകിന് ഇത്ര വളവിട്, അല്ലെ ഏലത്തിന് നീ ഏത് നോക്ക്, കാപ്പിക്ക് ഇത്ര വളവിടെന്ന് പറഞ്ഞു വിടാണ് സാധാരണ രീതി. എങ്ങനെയോ എൻ്റെ മാതാപിതാക്കൾക്ക് അങ്ങനെ തോന്നിയില്ല. തോന്നാതിരിക്കാൻ മറ്റൊരു സാഹചര്യം ഉണ്ടായത്, നിങ്ങൾ പലർക്കും അറിയാം, നമ്മളെ സിറിയക്ക് പഠിപ്പിച്ച ഒരു ഐസക് കാലേജിന് ഓർമ്മയുണ്ടോ? അദ്ദേഹം ഒരു സെൻറ്റ് തോമസ് ഹോസ്റ്റലിലെ വാർഡനാണ്. അദ്ദേഹം റോമിൽ പോയി ഡിവിനിറ്റിയിൽ ഡോക്ടറേറ്റ് എടുത്ത് വണ്ടമ്മേട് പള്ളിയിൽ ഞങ്ങളുടെ വികാരി അച്ഛനായിരുന്നു. ഈ ആലഞ്ചേരി കുടുംബമായിട്ടൊക്കെ ബന്ധമുണ്ടായിരുന്നുകൊണ്ട് അപ്പുറത്തെ അച്ഛൻ പറയുന്നതുകൊണ്ട് അവനെ SB കോളേജ് വിട്ടുകൂടാ. അങ്ങനെ അപ്പോൾ SB കോളേജ് എന്നൊക്കെ പറയാൻ ഞങ്ങളെ സംബന്ധിച്ച് വളരെ ചങ്ങനാശ്ശേരിക്കാരാണെങ്കിൽ പോലും വിദൂരതയില്ല. തന്നെയല്ല, അവിടെ കിട്ടാൻ മാത്രം മാർക്കുകളൊന്നും നമുക്കില്ല. കാരണം വണ്ടമ്മേട് സെൻറ്റ് ആൻഡ്രീസ് സ്കൂളിൽ പഠിച്ചു. അടുത്തുള്ളൊരു മറ്റൊരു കുഗ്രാമമായ പുറ്റടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ പഠിച്ചത്. ഇപ്പോൾ ഞാൻ ഓർക്കുക, 18% ഞങ്ങളുടെ വിജയം. ഇപ്പം നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. ആകെ 3 ഫസ്റ്റ് ക്ലാസ്സേ ഒന്നുണ്ടായിരുന്നു, 3 ഫസ്റ്റ് ക്ലാസ്. അത് ഇവരൊക്കെ വേറെ രീതിയിലാണ്, 3 പേരും മറ്റു 3 പേരും, ഞാനല്ല, മറ്റു 3 പേരുണ്ട്. ഏതായാലും അവിടെ പഠിച്ചു. അച്ഛനവിടെ വന്നു, നിമിത്തമായി അവിടുന്ന് എന്നെ SB കോളേജിൽ പ്രീ ഡിഗ്രിക്ക്, അതും എങ്ങനെയോ സെക്കൻഡ് ഗ്രൂപ്പ് എടുക്കാനായിട്ടാണ് എന്നെ ആദ്യം വിട്ടത്. മക്കളെ ഡോക്ടറാക്കുന്ന കാലമാണല്ലോ അന്ന്. അന്നത്തെ എഞ്ചിനീയറും ഡോക്ടറും മാത്രം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം. അപ്പോഴല്ലേ നമുക്ക് അതൊന്നും അല്ല, അതിനൊക്കെ അപ്പുറത്ത് ലോകം വിശാലമാണ്. ഏത് മേഖലയിലാണെങ്കിലും അവനവൻ്റെ കഴിവ് തെളിച്ചാൽ അത് എത്രയോ ജീവിതത്തിൽ ഉന്നതനാകാമെന്നും പഠിച്ചു വരുന്ന കാലഘട്ടമല്ല. ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുന്നത്.
ഏതായാലും സെക്കൻഡ് ഗ്രൂപ്പ് എടുത്തോണ്ട് പോയി. പക്ഷേ അത് ഒരു ചെറിയ തമാശ കൊണ്ട് പറയാം. അന്ന് എൻ്റെ അടുത്ത് നമ്മൾക്ക് എനിക്ക് അഡ്മിഷൻ കിട്ടിയത് മാനേജ്മെൻറ്റ് കോട്ടയം. അപ്പോൾ അവിടെ ചില ചോദ്യങ്ങൾ ചോദിക്കും. അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു, 23-ാം വത്തിക്കാൻ കോൺഗ്രസ് എവിടെ നടത്തിയെന്ന് ചോദിച്ചു. എൻ്റെ മനസ്സിൽ പോയത് നമ്മുടെ ഉദയംപേരൂർ സൂരകദോസ. അപ്പം ഞാൻ പറഞ്ഞു ഇത് ഉദയംപേരൂർ വെച്ചാണ്. അപ്പം ഓടി ഇരുന്ന് എല്ലാവരും കൂടെ പൊട്ടിച്ചിരിക്കുക, വത്തിക്കാൻ കോൺഗ്രസ് എങ്ങനെ കുട്ടി ഉദയംപേരൂർ നടന്നത്. അപ്പം അങ്ങനെ ഒരു ഓർമ്മ പോലെ അങ്ങനെ ഏതായാലും അവർ ചിരിച്ച് കളിച്ച് പിന്നെ എനിക്ക് കിട്ടുന്നത് ചോദിച്ചു, നിങ്ങളുടെ ഇടവകയുടെ മധ്യസ്ഥനാരാ? സെൻറ് ആന്റണീസ്. അതൊക്കെ എവിടുന്ന് കാരണം എങ്ങനെയോ വായിച്ചു വന്നു പതുവ എന്ന് പറഞ്ഞു. തമാശ അതൊക്കെ പറയുന്നു. എല്ലാം പഠിച്ചു. അന്നിപ്പോൾ ഓർക്കുന്നു കുര്യാളശ്ശേരി അച്ഛൻ്റെ ആദ്യത്തെ സമയമായിരുന്നു. പിന്നീട് പഠിക്കുമ്പോൾ അച്ഛൻ വന്നു. ഏതായാലും വണ്ണമ്പടിക്കാരനെ എന്നെ സംബന്ധിച്ചിടത്തോളം ആ കോളേജിൽ വന്ന് കയറിയപ്പോൾ അതിൻ്റെ വിശാലതയും ആ സ്ഥാപനങ്ങളുടെ നമ്മുടെ ആ ടവർ തന്നെ ഞാനൊന്ന് നോക്കി നിന്നിട്ടുണ്ട്. നമ്മുടെ എന്താ പിന്നെ ക്രിസ്തുദേവൻ്റെ പ്രതിമയുള്ള നമ്മുടെ ടവർ, ഐക്കോണിക് ടവർ, യെസ് ഫിസിക്സ് ലാബ്, അത് വെളിയിൽ വന്ന് നോക്കി നിന്നിട്ടുണ്ട്. എത്ര ഭയങ്കരമാണ്, എന്തൊരു ഗാംഭീര്യമാണ്. ഇത് കണ്ട് നമ്മളിങ്ങനെ അതിശയിച്ച് കുഞ്ഞുകുട്ടി ഇരിക്കുന്നത് നമ്മൾ പറയത്തില്ല, ബിബിൾട്ടർമെന്റ് എന്ന് പറയത്തില്ല, സോർട്ട് ഓഫ് ബിബിൾട്ടർമെന്റ്, വിസ്മയം, അങ്ങനെയുള്ള കാലമുണ്ട്. പിന്നെ ഹോസ്റ്റൽ ജീവിതമാണ് സത്യം പറഞ്ഞാൽ എനിക്കറിയാം എന്നെ ഞാനാക്കിയത്. ഇന്ന് ഞാൻ ആരുടെ അടുത്തെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ, എനിക്കിന്ന് സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവരുമായിട്ട് ഇടപഴകാൻ പറ്റും എൻ്റെ ആ ഹോസ്റ്റൽ ജീവിതം. എവിടെ നിന്നൊക്കെയോ വന്ന് എങ്ങനെയൊക്കെയോ ഒരുമിച്ച്. ഇന്നും ഞങ്ങൾ സ്റ്റിൽ മുമ്പ് ഇന്നും ഞങ്ങളുടെ സഹൃദയ ഹോസ്റ്റലിലെ ഡിഗ്രി ബാച്ച് ഞങ്ങൾ കൂടാറുണ്ട്. SSS എന്നൊരു ഗ്രൂപ്പ് ഞങ്ങൾക്കുണ്ട്, സഹൃദയ സഹവാസി സംഗമം. ഞങ്ങൾ എല്ലാ വർഷവും ഒത്തുകൂടാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ബന്ധുകാര്യങ്ങളും സ്വന്തം മക്കളുടെ കാര്യത്തിലും ചെറിയ ചെറിയ ഞങ്ങളുടെ വീട്ടിലെ ആഘോഷങ്ങൾ ഞങ്ങൾ പങ്കിടാറുണ്ട്. അപ്പോൾ ഹോസ്റ്റൽ ലൈഫ് എന്ന് പറയുന്നത് അവിടെ വന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ ഐ എം വെരി ഷുവർ, എസ്പെഷ്യലി ദോസ് ഫോർമേറ്റീവ് ഇയേഴ്സ് ഓഫ് അവർ ലൈഫ്, ഹൗ ടു mingle with people, how to move in a stranger situation. ആ ശക്തി തന്നല്ല. പ്രത്യേകിച്ച് ആ വാർഡന്മാരുടെ സ്ട്രിക്ട്നെസ്, ഡിസിപ്ലിൻ, എലോങ് വിത്ത് സോഷ്യൽ ഇൻട്രാക്ഷൻസ്. ഇപ്പം നമ്മുടെ മുറി ഓർക്കുക, ഡിഗ്രി വന്ന് സഹൃദയാവാസത്തിലാണ്. സഹൃദയാവാസത്തിൽ വരുമ്പോൾ 4 പേരെ ഒരു മുറിയിൽ, നമുക്ക് ഒരു പ്രയാസവും ഇല്ല. 4 പേരോട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ട് ഒരു പ്രയാസമില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ഉടുപ്പ് വരാണ്ടേ ആയിരിക്കും, ചെരുപ്പ് വരാണ്ടൊക്കെ എടുത്തൊക്കെ സംഭവിക്കും. എങ്കിലും അങ്ങനെ അടുത്തിടപെടാനും ഒരു എന്താ പറയുക അപരിചിതത്വമില്ലാത്ത രീതിയിൽ മറ്റാൾക്കാരോട് പെരുമാറാനുള്ള ഒരു മാനസിക പരിശീലനം കിട്ടും ഈ ഹോസ്റ്റൽ ലൈഫ്. നിരവധി തമാശകളൊക്കെ ഉണ്ടായില്ലെന്ന് പറയുന്നില്ല. എങ്ങനെയോ തെങ്ങ് പോലും കണ്ടിട്ടില്ലാത്ത ഞാൻ തെങ്ങ കയറാൻ പഠിച്ചത് SB കോളേജിൽ കയറിയിട്ട വേറൊരു വിദ്യാഭ്യാസം. ഇത് പെട്ടെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളോട് പറയാ നമ്മളെ SB കോളേജിലാണ് എന്നുകൊണ്ട് ഹൃദയത്തോട് ഞാൻ പറയുകയാണ്. ഒരു അനുഭവം, ഒരു പൂജ ഹോളിഡേയ്സ് 3 ദിവസം അതിന് മുമ്പ് ഞങ്ങൾ പ്ലാൻ ചെയ്തു നമുക്കൊരു തേങ്ങ ഇടാം. അത് എവിടെയാണെന്നറിയോ, നമ്മുടെ ഫുട്ബോൾ ഗ്രൗണ്ടില്ലേ, വലിയൊരു ഫുട്ബോൾ ഗ്രൗണ്ട്, അതിൻ്റെ പുറകിൽ എനിക്ക് തോന്നുന്നത് തങ്കമ്മ ചേച്ചി എന്ന് പറഞ്ഞാൽ വിളിക്കുന്നത് ഒരു ലേഡീസ് ഹോസ്റ്റലാണ് പുള്ളിക്കാരുടെ. അപ്പോൾ അത് ഒരു നമ്മുടെ ഗോൾ പോസ്റ്റിൻ്റെ ബാക്ക് സൈഡിലായിട്ട്. അപ്പോൾ ഈ തങ്കമ്മ ചേച്ചിയുടെ ഭാഗത്തോട് ചെല്ലുമ്പോഴാണ് ഈ ഇത് കാണുന്നത് തേങ്ങ. ഞങ്ങൾ 3 പേര്, ഒരു CT കുരുവിള ഇപ്പോൾ ഓർമ്മയുണ്ട്, പുള്ളിക്കാരന് കല്ലുപള്ളിക്കാരനുണ്ട്, പിന്നെ ഡാഡി തോമസ് കല്ലുപള്ളിക്കാരനാണ്, കുന്നത്ത് എന്ന് പറയുന്നത്, ചീരാക്കുഴി എന്ന് പറഞ്ഞാൽ കുരുവിള എക്സ്പെർട്ട്. ഏത് തെങ്കിലും നമ്മൾ പറയില്ല, ഇപ്പോൾ തെങ്ങൊക്കെ എടുക്കാൻ അതിലൊക്കെ നമ്മൾ കിടക്കുന്നത്, ഞാൻ കയറുമ്പോൾ നെഞ്ചൊക്കെ വരും, നിനക്ക് വിളിച്ചാൽ കയറും. അയാൾക്ക് ഈ സ്ലായ് പൊട്ടിച്ചാടി കയറി അറിയില്ല, ഞാൻ സ്ലായ് ഇടാതെ ഇങ്ങനെ പിടിച്ച് കയറും. എന്നിട്ട് അവിടെ ചെന്ന് ഞങ്ങൾ തേങ്ങ എടുക്കും. എങ്ങനെയോ ഈ തങ്കമ്മ ചേച്ചി അറിഞ്ഞു. പിന്നെ അറിയുന്നത് നമ്മുടെ മാത്തൻ അതെന്നറിയോ, കുര്യാളശ്ശേരി അച്ഛൻ്റെ നേരെ വരിക, വന്ന് ഞങ്ങളെല്ലാം പിടിച്ചു. ഇത് ഒരുപക്ഷെ നിങ്ങളൊക്കെ പലർക്കും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ സംഭവം. ആ ഗ്രൗണ്ടിൽ കൂടി തേങ്ങായുമായിട്ട് ഞങ്ങളെ കൊണ്ടുവന്ന് കോളേജിനകത്തൂടെ കയറ്റി അച്ഛൻ്റെ മുറിയിലിരുത്തി. അന്ന് കുര്യാളശ്ശേരി അച്ഛൻ പിടിക്കാൻ തീർന്നു. വൺസ് ഫാദർ കുര്യാളശ്ശേരി catches you, നോർമലി നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ആരാണല്ലോ അദ്ദേഹം അപ്പം തന്നെ സസ്പെൻഡ് ചെയ്യും, ഒരു സംശയമില്ല. ഏതായാലും അവിടെ അങ്ങനെ ഇരുന്ന സമയത്താണ് പെട്ടെന്ന് സീസൽസ് കറി അവിടെ വന്നു. അപ്പോൾ നമ്മളെ അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുക. അത് പോയി ജീവിതം പോയി വീട്ടിലറിഞ്ഞാൽ പിന്നെ ഒന്നും ജീവിച്ചിട്ട് കാര്യമില്ല.
വീട്ടിലെ അപ്പനോ ഈ സംഭവം അറിഞ്ഞ തേങ്ങായിട്ട് അറിഞ്ഞു അടുത്ത് ജീവിച്ചിട്ട് ആ സന്ദർഭത്തിൽ അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് കറിയ സാറ് വന്നിട്ട് എന്താ കണ്ടോ തേങ്ങായിട്ട് അദ്ദേഹം ഒരു സംസാരം സീസസ് കറിയ എൻ്റെ പ്രൊഫസർ സുരേഷ് സാറല്ല സീസസ് കറിയ തനിക്ക് NSS ഐക്കഫ് സോഷ്യൽ സർവീസ് തേങ്ങായിട്ട് ഇതൊക്കെ പരിപാടി ആക്ച്വലി വാസ് പ്രൊട്ടക്ടിങ് ഈവൻ വെറും തേങ്ങ മാത്രമല്ല മറ്റ് ആക്ടിവിറ്റിയിലൊക്കെയാണ്. അപ്പം പിന്നെ അച്ഛനൊക്കെ നോക്കി എന്താ ഞാൻ ആവർത്തിക്കുന്നുണ്ടോ അറിഞ്ഞു. അയ്യോ ഇന്നും ഞാൻ ആ ഒരു ഹൃദയത്തിൽ നോക്കുക. കാരണം അന്നത്തെ സാഹചര്യം അറിയിക്കണം. കുര്യാണീസിൻ്റെ അച്ഛൻ പിടിച്ചോ യുവർ ഔട്ട്. ആ സാഹചര്യം ഇപ്പോൾ അതൊക്കെ ഓർക്കുക. പിന്നെ ഇതൊക്കെ നമ്മൾ അന്ന് മനസ്സിലാകുന്നില്ല, ഇപ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത് എന്തുകൊണ്ട് സ്കറിയ സാർ അങ്ങനെ പറഞ്ഞു. സോ ഹി വാസ് ഷീൽഡിങ് മീ. അതൊട്ട് വിട്ടു. അങ്ങനെ ഒരു അനുഭവങ്ങളൊക്കെ. പിന്നെ ഒരു എല്ലാം പ്രഗത്ഭരായ അധ്യാപകർ, അതാണ് നമ്മൾ മറക്കാൻ പറ്റാതെ. ഇന്ന് ഞാൻ അതായത് 33 വർഷം കോളേജ് പഠിച്ചു, സെൻറ്റ് ആൽബർട്ട്സ് കോളേജ്. ഇന്നും എൻ്റെ കോളേജ് നമ്മൾ SB കോളേജാണ്. എനിക്ക് അങ്ങനെ അന്നപ്പോഴത്തെ അങ്ങനെ നമ്മുടെ ബ്ലഡിൽ നമ്മുടെ DNA ബ്ലഡിൽ അരിഞ്ഞേറുന്ന സാധനം. ക്ലാസ് ഞാൻ എടുക്കുമ്പോൾ ഇപ്പോൾ പറയും എന്നെ പഠിപ്പിച്ച അധ്യാപകൻ്റെ ശബ്ദം എൻ്റെ ചെവിയിൽ മുറിയുന്നു. എസ്പെഷ്യലി couple of people like Professor K.K. Francis, Professor C.S. Scalia, Professor C.O. Abraham, Professor Joy Queen, Professor M.S. Dev, ഇവരുടെയൊക്കെ ശബ്ദങ്ങൾ പല സമയത്തായിട്ട് നമ്മൾ കേൾക്കാറുണ്ട്. അത് ഏറ്റവും കൂടുതൽ എന്നെ സ്വാധീനിച്ച അധ്യാപകൻ K.K. Francis ആണ്. അദ്ദേഹം പിന്നെ ഡിഗ്രി പഠിപ്പിച്ചു, PGക്കും പഠിപ്പിച്ചു. ഒരു വിഷയം അദ്ദേഹം പഠിപ്പിക്കുമ്പോൾ അദ്ദേഹം നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ എന്താ പറയുക ഈ ഒരു ഡ്രമാറ്റിക്കായിട്ട് ഇംഗ്ലീഷിൽ കാണിക്കുമല്ലോ, ഡ്രാമ കാണിക്കും. ഇത് ഇക്കണോമിക്സിൽ ഫോർ എക്സാമ്പിൾ ഡ്യുവലിസം എന്നൊരു തിയറി പഠിപ്പിക്കണം. ഒരു സോഷ്യൽ ഡ്യുവലിസം, ടെക്നോളജിക്കൽ ഡ്യുവലിസം, ഇക്കണോമിക് ഡ്യുവലിസം, ഒരു അണ്ടർ ഡെവലപ്മെൻറ്റ് കൺട്രിയുടെ ഒരു പ്രത്യേകത. അതൊക്കെ എപ്പോഴും കൈകളിൽ ക്ലാസ്സിൽ വരാം. ആ ഡ്യുവലിസം പഠിപ്പിക്കുന്ന അത്രയും ക്ലാസ്സുകൾ അതൊക്കെ ഇങ്ങനെ കൈയിരിക്കാം. സോ ദിസ് ഈസ് വൺ അഡ്വാൻസ് സെക്ടർ, ബാക്ക്വേർഡ് സെക്ടർ. അങ്ങനെ ആ ഒരു രീതിയിൽ സോ പഠിപ്പിക്കുന്ന ഉൾക്കൊണ്ടുകൊണ്ട് പഠിപ്പിച്ച അധ്യാപകരാണ്. ഇക്കണോമിക്സ് പോലുള്ള പലപ്പോഴും വിരസമായി തോന്നാവുന്ന സബ്ജക്റ്റാണ്. വിരസമായി തോന്നാവുന്ന ഇക്കണോമിക്സ് ഇത്ര രസകരമായിട്ട് പഠിപ്പിക്കാൻ പറ്റുമെന്ന് അവരിൽ നിന്ന് ഞാൻ പഠിച്ചത്. ദൈവാനുഗ്രഹം കൊണ്ട് എനിക്കും അതുപോലെ ഞാൻ വിശ്വസിക്കുന്നു ഒരുവിധം അവരുടെ അത്രയും ഇല്ലെങ്കിലും അവരുടെ കാൽപാദം വരെ എത്താൻ എനിക്ക് സാധിച്ചിട്ടുണ്ടാവും. ബിക്കോസ് ദ ഇൻസ്പിറേഷൻ ദാറ്റ് ഐ ഗോട്ട് ഫ്രം. അന്ന് ഒരു കാര്യം മനസ്സിലാക്കുന്നത്, ഈ നല്ല അധ്യാപകർ എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിജീവികളോ വലിയ പ്രഗത്ഭന്മാരോ ആഴത്തിലുള്ള അറിവ് മാത്രമല്ല, പഠിപ്പിക്കുന്ന വിഷയത്തിൽ താല്പര്യം ഉണ്ടാക്കാൻ. നത്തിങ് എൽസ്. എ ടീച്ചർ ഹു ക്യാൻ ഇൻസ്പയർ എ സ്റ്റുഡൻറ് ഈസ് എൻ അൾട്ടിമേറ്റ് ടീച്ചർ. ബാക്കിയൊക്കെ അറിയാം. ഒരു കുട്ടിക്ക് ഒരു വിഷയത്തിൽ താല്പര്യം ജനിച്ചാൽ അവൻ തന്നെ പഠിച്ചോളും, അവൻ പഠിച്ച് മിടുക്കനായിക്കോളും, അവന് പിന്നെ ഗൈഡൻസ് മതി, പിന്നെ പഠിക്കില്ല. സോ അവന് ബിരുദം പഠിച്ചത് ദേ ആർ ഇൻസ്പയറിംഗ് ടീച്ചേഴ്സ്. അവളൊപ്പം സ്കറിയ സാർക്ക് ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ തിയറിയുടെ ഒക്കെ പല ലൂസ് സെൻസ് ഉണ്ടാവും, നമുക്ക് അത് കണക്ട് ചെയ്ത് പറയും. അതാണ് എൻ്റെ ആ ഒരു മാസ്റ്റർലി എക്സ്പോസിഷൻ. ഡിഫറെൻറ്റ് തിയറീസ് പഠിച്ച് വരുമ്പോൾ നമുക്കൊന്നും അറിയില്ല, തിയറി അറിയത്തുള്ളൂ, അതിന് നമ്മൾ കണക്ട് ചെയ്യാൻ അറിയത്തില്ല. സ്കറിയ സാറിൻ്റെ ഒരു ക്ലാസ് വന്നു കഴിഞ്ഞാൽ ഇത് മൊത്തത്തിലൊരു കോമൺ വ്യൂ നമുക്ക് കിട്ടും. കണക്ട്സ് ദ ലൂസ് സെൻസ്. അപ്പം അത്രയ്ക്ക് പ്രഗത്ഭരായ ഇൻസ്പയറിംഗ് ടീച്ചേഴ്സിന് ഞാൻ ഇക്കണോമിക്സ് മാത്രം പറയുന്നത് കാരണം അത് മാത്രമല്ല, എല്ലാം നമ്മുടെ യശബ്രാം സാർ, സൽത്തോമസ് സാർ, ഇവരൊക്കെ എല്ലാം ഇവരുടെ ആ ഒരു ഇൻസ്പിറേഷൻ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ അറിയാം. നമ്മളാക്കിയതിൻ്റെ പിന്നിൽ അവരുടെ ആ ഇൻസ്പയറിംഗ് എന്താ പറയുക ഇൻസ്പിറേഷൻ ഉണ്ട്. ഇൻസ്പയറിംഗ് ടീച്ചേഴ്സാണ്. SB കോളേജിൽ ഞാൻ വരുമ്പോൾ കേൾക്കുന്ന ഷെപ്പേർഡ് സാറിനെ കുറിച്ചാണ്. പഴയ ഷെപ്പേർഡ് സാർ, ഷേക്സ്പിയർ ഷെപ്പേർഡ് എന്ന് അറിയപ്പെടുന്നത്. എത്രയോ വിദ്യാർത്ഥികൾ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിൻ്റെ ആക്സെൻറ്റും അദ്ദേഹത്തിൻ്റെ ക്ലാസ്സും അത്ര ഗംഭീരമായിരുന്നു. മറ്റ് കോളേജുകൾക്ക് വരെ ഇവിടെ അദ്ദേഹത്തിൻ്റെ ക്ലാസ് എല്ലാം വന്നിരുന്നു. അപ്പം പ്രഗത്ഭരായ അധ്യാപകരെ കൊണ്ട് അനുഗ്രഹീതമായ ഒരു കലാലയമായിരുന്നു SB കോളേജ്. അവിടെ പഠിച്ചു വരുന്നവർക്കെല്ലാം ആ അനുഗ്രഹത്തിൻ്റെ എല്ലാം ഏറ്റുവാങ്ങി നമ്മളെല്ലാം നമ്മൾ ഏതൊക്കെ മേഖലകളാണെങ്കിലും ആ പ്രഗത്ഭരായ അധ്യാപകരുടെ അനുഗ്രഹാശിസുകൾ നമുക്ക് എല്ലാവർക്കും കിട്ടി വരാം. അതാണ് നമുക്ക് ഞാൻ ഇവിടെ വന്നിട്ടും എവിടെ പോയാലും SB കോളേജ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പെട്ടെന്ന് ഒരു എന്താ പറയുക ഒരു എന്തായാലും പറയുക ഒരു വികാരമാണ്. ഇറ്റ് ഈസ് ഇമോഷൻ.
SB എന്ന് പറഞ്ഞ വികാരം അല്ലാതെ ഇറ്റ്സ് ആൻ ഇമോഷൻ. അത് ഞാൻ പറയാറുണ്ട് പലപ്പോഴും. ഞങ്ങളിവിടെ അപ്പം ഞാൻ പഠിച്ച് ബാക്കി നമുക്ക് പിന്നെ സംഭവിക്കും. ഇപ്പം ഞാൻ പഠിച്ച ഒരു സാഹചര്യമാണ്. PhD കഴിഞ്ഞ് വന്നു, ഡിഗ്രി അവിടെ വന്നു. പിന്നെ ഡിഗ്രിക്ക് വന്നപ്പോഴാണ് ഞാൻ എല്ലാത്തിലും ആക്റ്റീവായിരുന്നു. NSS എല്ലാം വന്നു, NSS വന്നു, സോഷ്യൽ സർവീസ് ലീഗ് വന്നു. അതുകൊണ്ട് എനിക്കൊരു ഗുണമുണ്ടായി. PG അഡ്മിഷന് എനിക്ക് മെറിറ്റ് കിട്ടി. അതിൻ്റെ കാരണം നാഷണൽ സർവീസ് സ്കീമിൻ്റെ ഒരു 3% മാർക്കാണ്. എനിക്ക് PGക്ക് അവിടെ അഡ്മിഷൻ കിട്ടും. പക്ഷേ മാനേജറിൻ്റെ കോട്ടായിരുന്നു ഭയങ്കര PGയിൽ എണ്ണം കുറവാണല്ലോ. കോട്ടായി എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട്. വളരെ നിസ്സാര നമ്പറുള്ള കോട്ട കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ബട്ട് ഐ ഗോട്ട് അഡ്മിഷൻ മെറിറ്റ് ബിക്കോസ് ഓഫ് നാഷണൽ സർവീസ് സ്കീം. ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾ. അതുകൊണ്ട് ഞാൻ കുട്ടികളോടൊക്കെ പറയും, ഞാൻ എൻ്റെ അനുഭവം ഞാൻ ഷെയർ ചെയ്യാറുണ്ട് എൻ്റെ കുട്ടികളായിട്ട്. നമ്മളിതൊക്കെ സോഷ്യൽ സർവീസിൻ്റെ ഗുണം നമ്മൾ സമൂഹമായിട്ട് ബന്ധപ്പെടുന്നൊരു മേഖലയാണ്. ഒരു 10 വർഷത്തിലെ 20 വർഷത്തെ ക്യാമ്പ് നമ്മളൊരു ഗ്രാമത്തിലാണ്. ആ ഗ്രാമത്തിലുള്ള പള്ളിയായിട്ടും അമ്പലമാണ് മോസ്ക് എല്ലാവരും ബന്ധപ്പെട്ട് ആ ഗ്രാമത്തിലെ ജനങ്ങളോട് ഒന്നിച്ച് ആ നാടിൻ്റെ വികസനത്തിന് വേണ്ടി റോഡോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. അപ്പം ഇതൊക്കെ ജീവിതത്തിൽ നമ്മുടെ പിന്നീട് നമ്മളെ ഒരുപാട് എന്താ പറയുക ശക്തരാക്കുന്ന ഓരോ അനുഭവങ്ങളാണ്, പുതിയ അനുഭവങ്ങളാണ്. അതൊക്കെ പിന്നീട് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം അന്ന് മനസ്സിലാക്കില്ല. ഏതായാലും ഡിഗ്രിയിൽ പഠിച്ചു. അന്നത്തെ ഞങ്ങൾക്ക് ഞങ്ങൾ ഈ സ്കറിയ സക്രിയ സാറ് ഒരു ശാകുന്തള നാടകം നടത്തിയാണ്. അന്നത്തെ ദുഷ്യന്തൻ തോമസ് രവി ഉണ്ടായിരുന്നു, പിന്നെ ഒരു അവസരപ്പറ്റിലായിരുന്നു അന്നത്തെ ശകുന്തള. അത് കഴിഞ്ഞു 2 നാടകം നടത്തി. ഇതിൽ ഞങ്ങൾക്കൊരു റോൾ, നാഷണൽ സർവീസ് സ്കീമിലുള്ള ഞങ്ങൾക്കൊരു റോളുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ നാടകം പല കോളേജിൽ കളിക്കാൻ പോയി. ഞങ്ങൾ ഇവരുടെ കൂടെ പോകും. ഞങ്ങൾ ഈ പശ്ചാത്തലത്തിൽ കട്ടൗട്ട് തള്ളും. കട്ടൗട്ട് എന്ന് പറഞ്ഞാൽ കണ്ണൂരിൻ്റെ ആശ്രമം കഴിഞ്ഞ നേരെ പോകുന്ന ദേവസദസ്സിലേക്കാണ്. അപ്പോൾ ഒരു കട്ടൗട്ട് തള്ളി മാറ്റി അടുത്ത കട്ടൗട്ടിലേക്ക് വരണം. ഇതെല്ലാം ഒരു ടീം വർക്കിൻ്റെ ഭാഗമാണ്. അതൊക്കെ പിന്നീട് നമ്മൾ മനസ്സിലാക്കുന്നത്. സ്കറിയ സാറിൻ്റെ നേതൃത്വ പാഠവും അത് ഞങ്ങളെ കൊണ്ട് ടീം വർക്ക് ഞങ്ങൾ അപേക്ഷത്തിൽ കൂടെയാണ് ചെയ്യുന്നത്. KT സുഭാഷ് സാറാണ്, ദേവേന്ദ്രൻ നമ്മുടെ ഹിന്ദിയിലെ പുള്ളിയാണ് ദുമോസാവായിട്ട് ഏറ്റവും ശക്തനായ കഥാപാത്രം. ഇതെല്ലാം ഞങ്ങൾ ഈ നാഷണൽ സർവീസ് സ്കീമുകാരാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇതെല്ലാം അവർക്ക് നമ്മൾ ജീവിക്കുമ്പോൾ ഇങ്ങനത്തെ അനുഭവങ്ങൾ, നമ്മളെ ഈ സമൂഹവുമായി ബന്ധപ്പെടാനുള്ള അവസരങ്ങൾ, നാടകം പോലുള്ള കാര്യങ്ങളുമായിട്ട് പിന്നെ ഞങ്ങൾക്ക് തന്നെ ഉണ്ടായിരുന്നു. ഹോസ്റ്റലിൽ ഇപ്പോഴും നമ്മൾ ഓർക്കുന്ന അദ്ദേഹത്തിൻ്റെ പേര് ഒരു ജെറോമാണ്. ജെറോം ഈ ജെറോം വന്ന് ശങ്കരപിള്ളയുടെ നാടകങ്ങൾ നടക്കുകയാണ്. തിരുമ്പി വന്ന തമ്പി ഇങ്ങനെയുള്ള നാടകങ്ങളൊക്കെ, അതിനൊക്കെ ഒരുപാട് തമാശകളുള്ള നാടകങ്ങളുണ്ട്. അതെല്ലാം ഞങ്ങളെല്ലാം ഗ്രൂപ്പ് പഠിക്കുന്നത്. അതായത് ഒരു ലീഡർ ആവണമെങ്കിൽ യു ഷുഡ് ബി മെമ്പർ ഓഫ് എ ടീം ഫസ്റ്റ്. ഒരു ടീമാണ് മാത്രം ലീഡർ ആവുന്നത്. ലീഡർ എന്ന് പറയുന്നത് എന്താ പറയുക, അമേരിക്കൻ പ്രസിഡന്റ് അതല്ല, സ്വന്തം കുടുംബത്തിലൊരാൾ ലീഡറാണ്. മാതാവ് ആരുവേണം ലീഡർഷിപ്പ് ആവാം. അപ്പം ലീഡർ എന്ന് പറയുന്നത് ഏത് മേഖലകളിലുണ്ട്. ആ ലീഡർഷിപ്പ് ക്വാളിറ്റി വരണമെങ്കിൽ യു ഷുഡ് പ്രാക്ടീസ് അതാണ്. ടീമിൽ നമ്മൾ എന്താ പറയുക കളിച്ചിട്ട് ഒരുമിച്ച് ഒരു ഗോളിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുമിച്ച് ശ്രമിക്കുമ്പോഴാണ് ടീംഷിപ്പാണ്. കുടുംബത്തിലാണത് എല്ലാവരും കൂടെ ഒരേ കാര്യത്തിന് വേണ്ടി ഒരേ ലക്ഷ്യത്തിന് ദ വെൽഫെയർ ഓഫ് ദ ഹോം ഹൗസ് അതിനെ ശ്രമിക്കുമ്പോഴാണ് ടീംഷിപ്പ്. അപ്പം ആ ടീംഷിപ്പ് വളർത്തിയെടുക്കുന്നതിൽ ഒരുപാട് സഹായിക്കുന്നുണ്ട്. അതൊക്കെ എൻ്റെ ജീവിതത്തിൽ അധ്യാപന നിലയിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റും. എൻ്റെ കിട്ടിയ അറിവുകൾ എനിക്ക് ഞാൻ സ്വാംശീകരിച്ച ഈ അനുഭവം എൻ്റെ കുട്ടികൾക്ക് അനേകായിരം കുട്ടികൾക്ക് മകളുടെ അവരൊക്കെ പറയാറുണ്ട്. നമ്മൾ സാധാരണ അധ്യാപനം എന്ന് പറയുമ്പോൾ ഒരു 33 വർഷം എന്ന് പറയുമ്പോൾ ലാക്സ് ഓഫ് സ്റ്റുഡൻസ് ഇങ്ങനെ ഇങ്ങനെ പഠിച്ചു വരുന്നുണ്ട് പല തരത്തിൽ. പിന്നെ മറ്റ് സ്ഥാപനങ്ങളോട് ബന്ധപ്പെടാറുണ്ട്. ഇതൊക്കെ SB കോളേജിൽ നിന്ന് സ്വാംശീകരിച്ച ആ ശക്തിയാണ്, അധ്യാപകരുടെ അനുഗ്രഹമാണ്, ആ സ്ഥാപനത്തിന് അനുഗ്രഹമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ക്രിസ്തുദേവൻ്റെ നേരെ മുകളിൽ നിൽക്കുന്ന ക്രിസ്തുദേവൻ്റെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും, എനിക്ക് മാത്രമല്ല നിങ്ങളെല്ലാം നമ്മുടെ എല്ലാം മേഖലകളിൽ നമ്മൾ അറിയാതെ നമുക്ക് അനുഗ്രഹം വരുന്നു. അറിയാതെ അവിടെ നിന്ന് കിട്ടിയ നമ്മൾ കരേസക്കര സാർ പറയുന്നുണ്ട്, നമ്മൾ ഈ തമ്പ്രാക്കന്മാരല്ലേ, ആഴ്വാഞ്ചേരി തമ്പ്രാക്കന്മാരുണ്ട്, ഓർഡിനറി അല്ല. അതിന് പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആഴ്വാഞ്ചേരി തമ്പ്രാക്കന്മാർ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ അവർക്ക് മണ്ണെടുക്കും, മണ്ണ് കൊണ്ടുപോകും മനയുടെ സൈഡിൽ. എന്താണെന്ന് ചോദിച്ചാൽ അവർ ഇറങ്ങുമ്പോൾ സ്വന്തം മണ്ണിൽ കുത്തിയേ ഇറങ്ങും. അതുപോലെ SB കോളേജുകാർ. അപ്പം നമുക്കിവിടെ വരുമ്പോൾ ഇവിടെ നമ്മുടെ സ്വന്തം മണ്ണായിട്ട് നമ്മൾ മാറുകയാണ്. എവിടെ പോയാലും നമ്മുടേതായ തനിമ, നമ്മുടേതായ ഒരു വ്യതിരിക്തത, യുണീക്ക്നെസ്
ഇസ് ദർ. അതാണ് അദ്ദേഹം ആ ഓട് പറഞ്ഞത്. എവിടെയാണെങ്കിലും BA ബർഗ്മാനൈറ്റ്സ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം എനി അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് വെരി ഷുവർ. അവിടുന്ന് PG വന്നു. PGയിൽ ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ ആദ്യമായിട്ടാണ്. അതാണ് മിക്സർ ക്ലാസ്സിലേക്ക് വരുന്നത് ആദ്യമാണ്. അതുപോലെ നമുക്കറിയാം ഓസ്ട്രേലിയസിൻ്റെ കാര്യങ്ങൾ നമുക്കറിയാം. ഞാൻ കിഴക്കോട്ട് നോക്കി കൂവ് നോക്കി ഓർമ്മയില്ല പണ്ട്. അസംഷൻ ഹോസ്റ്റലുകളെ നോക്കി ഒച്ചപ്പാടുണ്ടാകുന്നത് കൂവുന്ന കാലഘട്ടം അതുകൊണ്ട് അതൊക്കെ മാറി നമ്മൾ PGയിലേക്ക് വരുന്നു. അപ്പോഴാണ് നമ്മൾ ചേട്ടനും ചേച്ചിയാണ്. നമ്മൾ ഒരിക്കലും നമ്മുടെ ചേച്ചിമാരെ നമ്മൾ ശല്യപ്പെടുത്താറില്ല. ഓർമ്മയുണ്ടോ? ചേച്ചിമാർ ഇഷ്ടംപോലെ പോകും. ബട്ട് വി നെവർ ഇൻ്റർഫിയർ വിത്ത് ദർ ലൈഫ്. വി നെവർ അവരെ കളിയാക്കുകയോ പോവുകയോ കമൻ്റ് അടിക്കുകയോ പോലും ചെയ്യില്ല. നമ്മളെ ഒരു ഇതാണ്. അതാണ് അങ്ങനെ PGക്ക് വന്നു. പിന്നെ ഈ ഡിസിപ്ലിൻ്റെ കാര്യത്തിൽ ഡോക്ടർ ഫിലിപ്പ് അഗസ്റ്റിൻ അത് പിന്നെ പറയാം. അദ്ദേഹം പറഞ്ഞ ഒരു തമാശ ഓർമ്മയുണ്ടോ? നമ്മളവിടെ ഒരു ബെല്ലടിക്കുമ്പോൾ നമ്മൾ എവിടെ നിന്നാലും സ്റ്റക്കായിട്ട് നിൽക്കണം. ഓർമ്മയുണ്ടോ? പ്രാർത്ഥനയുടെ സമയത്ത് ഒരു ബെല്ലടിക്കും. ഇവർ വാഷിംഗ് ഫുട്ബോൾ കളിക്കുക ആ സമയത്ത് പോയിട്ട്. അപ്പം ഒരു 2 ഗോൾ അങ്ങോട്ട് അടിച്ചു, 2 ഗോൾ അങ്ങോട്ട് വാഷിംഗ് നിൽക്കാം. പെട്ടെന്നൊരു പെനാൽറ്റി. അപ്പോൾ ഗോളി ഇങ്ങനെ നിൽക്കുന്നു. ആ സമയത്താണ് നമ്മൾ ഈ ബെല്ലടിക്കുന്നത്. എന്ത് പറ്റി? ഗോളി സ്റ്റഡിയായിട്ട് വന്നു. പക്ഷേ ഇവർക്ക് ഒരു ഗോൾ അടിക്കുന്നു. ബെല്ല് കേട്ട് ഗോളി അറ്റതായിട്ട് ഇതാണ് ഒഫൻഡർ കയറി അയാൾ ഫോർവേഡ് വന്നു ഒറ്റ ഗോൾ. അത് പ്രശ്നമായി പറയാം. എന്നുവെച്ചാൽ ഡിസിപ്ലിൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ ബെല്ല് കേട്ടാൽ എവിടെ നമ്മൾ ഇരുന്നാലും ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മൾ പോലും 2 കൈ നീട്ടി 2 മിനിറ്റ് അഡ്ജസ്റ്റ്. അത് നമ്മൾ പ്രാക്ടീസ്. അത് ഹാൻഡഡ് ഡൗൺ ടു അസ് ത്രൂ ട്രഡീഷൻ. അതാണ് ട്രഡീഷൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞത്. അങ്ങനത്തെ കാര്യങ്ങൾ ഇന്നുണ്ടായതല്ലത്. ഒരു സുപ്രഭാതത്തിലുണ്ടായ ഒരു ട്രഡീഷനല്ല. വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ട്രഡീഷൻ പല തലമുറകളായി കൈമാറി വന്ന് നമ്മൾ കാത്തു സൂക്ഷിക്കുന്നതാണ്. അങ്ങനെ ഒത്തിരിയോ കാര്യങ്ങൾ. നമ്മുടെ അവിടുത്തെ ബോധിവൃക്ഷം ഓർമ്മയുണ്ടോ? ബോധിവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ പോയി ഇരിക്കുന്നത് എന്തുണ്ടാകും കാര്യങ്ങളാണ് കാണാറുള്ളത്. അങ്ങനെ PG കഴിഞ്ഞു. PG എവിടെ വന്ന് ദൈവാനുഗ്രഹം കൊണ്ട് ഒരു മാർക്കൊക്കെ വാങ്ങിക്കാൻ പറ്റി. പക്ഷെ ഗുണം കിട്ടിയത് എനിക്കത് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടുന്ന് ഇൻ്റർവ്യൂ വന്നു. കോൾ ലെറ്റർ കിട്ടി. ജോയിൻ ചെയ്തു. അതുകൊണ്ട് SB കോളേജിലേക്ക് വരാൻ സാധിച്ചില്ല. വന്നത് 2 വർഷം കഴിഞ്ഞാണ് പിന്നെ വേക്കൻസി ഉള്ളത്. അപ്പോഴത്തേക്ക് ഞാൻ ഓൾമോസ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ അഡ്മിഷൻ ജോയിൻ ചെയ്തു. സന്തോഷമാണ്. അവിടെ പ്രശ്നങ്ങൾ. ഇതാണ് എൻ്റെ PG പ്രോഗ്രാം. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഫണ്ടമെൻ്റലിലെ ഒരു കുഗ്രാമത്തിൽ ജനിച്ച എനിക്ക് ഇവിടെ സെൻറ്റ് ആൽബർട്ട്സ് കോളേജിലെ ഇക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് HOD ആയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട സെനറ്റർ സിൻഡിക്കേറ്റ് അങ്ങനെ ഒരുപാട് പലതരത്തിലുള്ള ഔദ്യോഗിക പദവികളൊക്കെ നമുക്കുണ്ട്. പല വ്യത്യസ്തമായ കാര്യങ്ങളൊക്കെ വരാനായിട്ട് എനിക്ക് നിമിത്തമായതും എനിക്ക് ശക്തി തന്നതും ഈശ്വരാനുഗ്രഹം. അതോടൊപ്പം SB കോളേജ്. ഞാൻ പലപ്പോഴും പറയും, ഞാൻ പറഞ്ഞേക്കഴിഞ്ഞ കൂടുതൽ ഒരു വർഷം കൂടെ, അതായത് എനിക്കൊരു 1972 ഞാൻ ജോയിൻ ചെയ്തത്. എൻ്റെ PG കഴിഞ്ഞാൽ 1980 8 വർഷം അവിടെ പഠിച്ചു അല്ല. എനിക്ക് പ്രീഡിഗ്രിക്ക് ഒരു വർഷം ബ്രേക്ക്. പരീക്ഷയുടെ സമയത്ത് എൻ്റെ കൈ നീരുടെ തന്നെ അമ്മക്കിട്ടി പോയി. ഒരു കപ്രാവിൻ്റെ പുറത്ത് ഒളിക്കുന്ന ആളുകളാണ്. അപ്പോൾ 8 വർഷത്തെ അനുഭവമാണ് എനിക്കതായിട്ട്. അപ്പോൾ അവിടെ ഒരു നമ്മുടെ ഈ കുടിയടപ്പുടിനനുസരിച്ച് ചിലപ്പോൾ സ്ഥലമൊക്കെ തരണ്ടോ കച്ചവടം പറയാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പം മുഴുവൻ ഒരു ഐ എം എ പ്രൗഡ് പ്രോഡക്റ്റ് ഓഫ് SB കോളേജ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. എവിടെ ചെന്നാലും ആ ഒരു സ്നേഹവും സന്തോഷവും SBക്കാരുണ്ടാക്കി. ഇത് അമേരിക്ക വന്നപ്പോൾ തന്നെയാണ് പല അനുഭവം നമുക്കുണ്ട്. ഒത്തിരി അനുഭവങ്ങൾ. ഷിക്കാഗോയിൽ ഞാൻ പോയിരുന്നു. ഷിക്കാഗോയിൽ ദിവസം ജിജിയും ഒരു പോലിക്കര അവരെല്ലാം കൂടി ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. SB കോളേജ്. UK പോയപ്പോൾ പല സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ ദുബായിൽ പോയപ്പോൾ അവിടെയൊക്കെ SB കോളേജ് വിദ്യാർത്ഥികളുണ്ട്. ആ സ്നേഹവും സന്തോഷമൊക്കെ നമുക്ക് പങ്കിടാൻ പറ്റുമായിരുന്നു. ഇതാണ് ദിസ് ഈസ് മൈ ലൈഫ് സ്റ്റോറി കണക്റ്റഡ് വിത്ത് SB കോളേജ് ഇൻ എ നട്ട്ഷെൽ. From the remote village of Vandenberg, where I studied in Crescent till 10th class, joined SB for 2 degree, continued my studies there, finished my PG with reasonable good ranking, and throughout this period, I was inspired by the teachers, not inspired by the inspiring teachers, who were lights for me. Stars for us. കേട്ടാ ഇതിൽ ഞാൻ പറഞ്ഞു വന്ന ഈ അനുഭവം SB കോളേജിൻ്റെ ആ 7 വർഷത്തെ പഠിച്ച അനുഭവം ജീവിതത്തിൽ എനിക്ക് ഒരുപാട് പേർക്ക് പങ്കു കൊടുക്കാം. Thousands, hundreds and thousands of students whom I taught. I passed on this spirit to them, this light, whatever I have to them. അതാണ് എൻ്റെ ഒരു പ്രോഗ്രഷൻ.
താങ്ക് യു സാർ. ഈ 8 വർഷം ഹോസ്റ്റലിൽ തന്നെ ആയിരുന്നു? 7 വർഷം 7 വർഷം ഹോസ്റ്റലിൽ തന്നെ, ഈ സ്ഥലത്തിൽ തന്നെയാണ്? അല്ലല്ല, പ്രീ ഡിഗ്രിക്ക് സെന്റ് തോമസ്. അവിടെ അവിടെ നല്ല ഓർമ്മകളുമുണ്ട്, പക്ഷേ സങ്കടത്തിൻ്റെ ഓർമ്മ. നല്ല ഓർമ്മ പറഞ്ഞാൽ കൂട്ടാണ് നല്ല ഓർമ്മ. പിന്നെ ഞങ്ങൾ പറഞ്ഞ പോലെ അഡ്വഞ്ചേഴ്സ് തേങ്ങാടിയിൽ പോലത്തെ ഏറ്റവും വലിയ അഡ്വഞ്ചറസ് സെക്കൻഡ് ഷോയ്ക്ക് പോകും. ചിന്തിക്കാൻ പറ്റില്ലത്. സെക്കൻഡ് ഷോയ്ക്ക് പോയാൽ പ്രശ്നമുണ്ട്, പോകാൻ പാടില്ല. ഫസ്റ്റ് സ്റ്റഡി കഴിഞ്ഞാൽ പിന്നെ 6 മണി പോകാൻ പാടില്ല. അഡ്വഞ്ചറസ് ആയിട്ട് പോയിട്ട് വരുമ്പോൾ സീനിയേഴ്സ് പറ്റി മുണ്ട് കെട്ടി ഇങ്ങനെ നിൽക്കൊരു കണ്ണാടിക്ക് പോയി വാടരാന്ന് ഓർക്കും. ഞങ്ങൾ നിലത്ത് കിടക്കും എല്ലാവരും. എന്നിട്ട് എഴി. പക്ഷെ ഞങ്ങളെ പറ്റിക്കാൻ നിൽക്കുന്നവരുടെ അവർക്കറിയാം ഇത് പോയിട്ട് വരുന്നത്. അത് അങ്ങനെ ഒത്തിരി അഡ്വഞ്ചർ. പിന്നെ ഒരു ദുഃഖത്തിൻ്റെ ഒരു ഓർമ്മയുണ്ട്. അന്ന് ആ കാലഘട്ടത്തിലാണ് ഒരു വലിയ പറമ്പിൽ അച്ഛൻ അവിടെ വാടകയാണ്. ഈ ഐസക് കോളേജിലേക്ക് ശേഷം ഇവർ കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ് അദ്ദേഹം പഠിപ്പിച്ചിരുന്നത്. ഇവരെല്ലാവരും കൂടി ഒരു ബോട്ട് ട്രിപ്പിൽ പോയി. കുട്ടനാട് നമ്മുടെ റാണി ചിത്ര. അത് നമ്മുടെ ഒരു കൊച്ചു കുട്ടി തോന്നുന്നത് നമ്മുടെ ഒരു സാറിൻ്റെ ഫിസിക്സ് സാറിൻ്റെ കുട്ടി കയ്യിൽ നിന്ന് അബദ്ധത്തിൽ വെള്ളത്തിൽ നിൽക്കുന്നു. ആ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി അച്ഛൻ വിത്ത് കാസക്, ഐ തിങ്ക് ഷൂ വിത്ത് കാസക്, ഈ ജംപ്ഡിൻ്റെതാണ് സംഭവം. ഈ കുട്ടി എടുത്ത് അദ്ദേഹം ലിഫ്റ്റ് ചെയ്തു. പക്ഷെ ബോട്ട് ഒന്ന് ഇടിച്ചു. എന്തോ സംഭവിച്ചെന്നാൽ മനസ്സിലായി. പക്ഷെ അത് മത്സരം പോകാൻ വേണ്ടി അതൊരു സ്ഥലമാണ്. പിന്നെ അന്ന് ഏറ്റവും വലിയ ആവേശം തോന്നുന്നത് ഓർമ്മയുണ്ടോ? PC മാത്യു മെമ്മോറിയൽ ബാസ്കറ്റ് ബോൾ നമ്മുടെ എല്ലാ വർഷവും നോക്കിയിരിക്കുന്നതാണ്. അവരൊക്കെ ഞാൻ ഇവിടെ കാണാറ്. ഇവിടെ ഉള്ളൊരു സെൻട്രൽ എക്സൈസിലുണ്ടായിരുന്ന പലരുണ്ട്. ഹാൻഡി ഇപ്പോൾ പ്രിൻസ് കുറേ പേരുണ്ട്. നമ്മുടെ ഇക്ബാൽ ഇവിടെ ഉണ്ട്, ഒരു റിസൾട്ട് ഇക്ബാൽ. പിന്നെ ഫിറോസ് പിന്നെ അങ്ങനെ ഇവരൊക്കെ ഇവിടെ എറണാകുളത്ത് കണ്ടുകൊണ്ടിരുന്നു. മോൺസി. എനിക്ക് ഇവരെ ഓർമ്മ, അവിടുത്തെ ഓർമ്മ ഇവിടെ പിന്നെ കണ്ടത്. അവരെ കാണുമ്പോൾ ഞാൻ പറയാം, നിങ്ങൾക്ക് എനിക്കറിയാം, നിങ്ങൾ ബാസ്കറ്റ് ബോളിൽ താരങ്ങളായിട്ട് അവിടെ ഞങ്ങൾ നോക്കിയിരിക്കുന്ന SP കോളേജിലുള്ളവർക്ക് സ്പോർട്സിനോടുള്ള ആ ഒരു താല്പര്യം. നമ്മൾ കളിച്ചില്ലേ പോലും. വി വർ അപ്രീഷിയേറ്റിംഗ് ആൻഡ് പ്രൊമോട്ടിംഗ് ദിസ് ഗെയിം. ആക്ച്വലി ആ ഗാലറി മുഴുവൻ അതായത് നോക്കിയിരിക്കുക. അതെ, ഇപ്പം അത് എത്രയോ പേര് ഇപ്പം നമ്മുടെ കുടുംബത്തെ, നമ്മുടെ നാട്ടത്തിൻ്റെ കുടുംബത്തെ, പിന്നെ ജോസ് കുര്യൻ, ഐവൻ ആന്റണി, ഇവരൊക്കെ ഇപ്പം അവിടെ ഉണ്ടായിരുന്ന നമുക്ക് കൂടുതലായിട്ട് വന്ന ആൾക്കാരാണ്. ബാസ്കറ്റ് ബോളിൻ്റെ കാര്യത്തിൽ SP ഒരു ചാൻസറാണ് വലിയത്. അതൊക്കെ ആ സ്പോർട്ടിനോട് താല്പര്യമൊക്കെ നമുക്ക് ജനിച്ച് അവിടെ ഉണ്ടായതാണ്. അതിവിടെ ഒരിക്കലും ആൽബർട്സിനൊരു സിന്തറ്റിക് കോർട്ട് വന്നപ്പോൾ ഞാൻ ഫിറോസിനെ മോൺസിയെ അവിടെ വിളിച്ചിരുന്നു. പിന്നെ ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞു. ഞാൻ ഇവിടെ വെച്ചല്ല കാണുന്നത്. ഞാൻ വാസ്തവത്തിൽ ഇത്രയും വലിയ ബോൾ കണ്ടിട്ടില്ല. പണ്ടപ്പെട്ടത് ഞങ്ങളെല്ലാം വോളിബോളുകാരാണ്. വോളിബോളിൽ ഇവിടെ കളിക്കും. നമുക്കൊക്കെ പൊക്കമില്ലാത്തതുകൊണ്ട് ലിഫ്റ്റാണ് അവിടെ പരിപാടി, ലിഫ്റ്റ്. പക്ഷേ ഇത്ര മുഴുത്ത ബോളുള്ളത് ബാസ്കറ്റ് ബോൾ. എനിവേ അതൊക്കെയാണ് പ്രീ ഡിഗ്രിയിലെ അനുഭവങ്ങൾ. ഡിഗ്രിയിൽ ഇതുപോലെ തന്നെ ഈ അഡ്വഞ്ചറസ് ആയിട്ടുള്ള പല കാര്യങ്ങൾ എന്നാൽ ഇടയ്ക്ക് അപ്പം അങ്ങനെ ലൈഫ് അതുകൊണ്ട് PG ആയിട്ടുള്ള സംഗതി കുറച്ചുകൂടി മാറി സീരിയസ് ആയി. കുറച്ച് പഠിത്തത്തിലേക്കൊക്കെ പോയി. പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഞാൻ 78-79 അവിടെ യൂണിയൻ ചെയർമാനായിരുന്നു. SP കോളേജ് യൂണിയൻ ചെയർമാനായിരുന്നു. അത് ഞാനങ്ങനെ വരാൻ കഴിഞ്ഞ ഐ വാസ് നോട്ട് എ പൊളിറ്റീഷ്യൻ, ടു ബി വെരി ഫ്രാങ്ക് വിത്ത് യു. But never into a political party. So I was involved in National Service Scheme activities, then Social Service Scheme, ICAF, All India Catholic University Christian Mission. അതിലൊക്കെ പങ്കെടുത്തുകൊണ്ടാവാം. എവിടെ ഒരു ചോയ്സ് വന്നപ്പോഴത്തേക്കും എന്നെ ചെയർമാൻ ഒരു കോംപ്രമൈസ് സ്ഥാനാർത്ഥിയായിട്ട് വന്നു. അത് വന്നു, ചെയർമാനായി. അന്നാണ് ഒരു പക്ഷേ ഞാൻ ആദ്യം കാസ്റ്റിംഗ് വോട്ട് ചെയ്ത ചെയർമാൻ. ACO സാറ് അസംബ്ലിയിൽ കാസ്റ്റിംഗ് വോട്ട് ചെയ്ത പോലെ 2 ഗ്രൂപ്പായിട്ട് ഈക്വലായിട്ട് വന്നപ്പോൾ ഞാൻ കാസ്റ്റിംഗ് വോട്ട് ചെയ്തു. അത് കേസിൽ പോയി. കാരണം എനിക്കൊരു വോട്ടുണ്ട്, അതിൻ്റെ പുറത്താണ് കാസ്റ്റിംഗ് വോട്ട്. പക്ഷേ അസംബ്ലിയിലെ സ്പീക്കർക്ക് വോട്ടില്ല. അതാണ്. അപ്പം കണ്ടക്ഷൻ ഞങ്ങൾ പറഞ്ഞ കണ്ടക്ഷനാണ് കറക്റ്റായിട്ട്. കാരണം ബൈ വെർച്യൂ ഓഫ് ഇലക്ടഡ് കാൻഡിഡേറ്റ് സ്പീക്കറെ നേരിട്ട് ഇലക്ട് ചെയ്യുമല്ലോ, സ്പീക്കറായിട്ട് ഇലക്ട് ചെയ്യുമല്ലോ, ചെയർമാനായിട്ട് ഇലക്ട് ചെയ്യുന്നു. അതുകൊണ്ട് ഐ ഹാവ് ദ റൈറ്റ് ടു വോട്ട്. പ്ലസ് ബീങ് ദി എന്താ പറയുക, അതെ, അത് ഇതിൻ്റെ യൂണിയൻ്റെ ചെയർമാൻ എന്ന നിലയിൽ കാസ്റ്റിംഗ് കൊണ്ട് അങ്ങനെ തോന്നി. അതിലൊത്തിരി ആദ്യമായിട്ട് കവിയരംഗം സംഘടിപ്പിച്ച് ഞങ്ങൾ കവിയരംഗം ഫസ്റ്റ് ടൈം ഇൻ ദ ഹിസ്റ്ററി ഓഫ് കോളേജസ്. അന്ന്
അയ്യപ്പ പണിക്കര്, കടമറ്റ രാമകൃഷ്ണൻ, പിന്നെ ഒരു കുറേ പേര് കൂടി ഞാൻ ഇപ്പോൾ പറഞ്ഞു സഹകരിച്ച ആൾക്കാർ ജോസ്റ്റി തോമസ്, പിന്നെ ഒരു മലയാളം ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്നൊരു കവിയരൻ ആദ്യമായിട്ട് കോളേജുകൾ ഞങ്ങളെ സംഘടിപ്പിച്ചു. കുറേ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. സ്റ്റാർട്ട് ഡെവലപ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഇതെല്ലാം നമ്മുടെ സാറന്മാരെല്ലാവരും വളരെ സപ്പോർട്ടീവായിരുന്നു. വെരി പഠിക്കുമ്പോഴത്തെ കാലഘട്ടത്തിലായത് ഒത്തിരി അനുഭവങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. ഏതായാലും ഇതൊക്കെല്ലാം എസ് ബി കോളേജാണ് ചുരുക്കം പറഞ്ഞാൽ എന്നെ ഞാനാക്കിയതും. ഞാനായതുകൊണ്ട് ഒരുപാട് പേർക്ക് അങ്ങനെ അതിൻ്റെതായ ചൈതന്യം എനിക്ക് പങ്കെടുക്കാം. ഈ യൂണിയൻ ചെയർമാൻ ആയിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ടേ ഞാനൊന്ന് ജസ്റ്റ് ചോദിക്കാം, ഈ യൂണിയൻ ഇലക്ഷൻ സമയത്തൊക്കെ ഭയങ്കര റൈവലറി ആണ്. അതിനെപ്പറ്റി എന്തെങ്കിലും സാറിന് ഓർമ്മ? NSS കോളേജുമായിട്ടോ അസംഷൻ കോളേജുമായിട്ടോ എന്തെങ്കിലും റൈവലറി ഉണ്ട്. അതായത് റൈവലറി എന്ന് പറഞ്ഞാൽ ഒരു സെമി ഹെൽത്തി എന്നൊക്കെ പറയാം. അതായത് യൂണിയൻ വരുമ്പോഴത്തേക്കും ഞാനിപ്പോൾ പറഞ്ഞ അസംഷൻ കോളേജുമായിട്ട് നമുക്ക് എപ്പോഴും എന്താ പറയുക ഒരു മത്സരമായിട്ടാണ് കാണുന്നത്. പക്ഷേ അവരെ യൂണിയൻ ഇലക്ഷൻ വരുമ്പോൾ നമ്മളെ വിളിക്കും. നമ്മളൊരു സമരം പോയി അവിടെ പോയി വെള്ളമൊക്കെ ഉണ്ടാക്കും. നമ്മളെ വിളിക്കും, അവരെ വിളിക്കും, അവരും കൊണ്ട് വരാൻ ഇലക്ഷൻ കൂടെ അവിടെ പോകും. അപ്പോൾ ഈ പ്രശ്നമെല്ലാം ഉണ്ടായത് നമ്മുടെ ഗോൾഡൻ ജൂബിലിയുടെ സമയത്ത് വലിയ ഇഷ്യൂ ഉണ്ടായി. അവരുമായിട്ട് വലിയൊരു പ്രശ്നമായി. അതൊരു നമ്മളൊരു പോലീസ് കേസിൽ കൊണ്ടുവരുന്ന സംഭവം. അതിന് ശേഷമാണ് അസംഷനായിട്ടൊരു റിഫ്റ്റ് ഉണ്ട്. ആക്ച്വലി എനിക്ക് തോന്നുന്നത് ഞാൻ എൻ്റെ കാര്യം പറയാം. ഓഫ്കോഴ്സ് KSU പാനലിലെ ഒരു കോംപ്രമൈസ് സ്ഥാനാർത്ഥിയായിരുന്നു ഞാൻ. പക്ഷേ പൊളിറ്റിക്കലായിരുന്നില്ല ഞങ്ങളുടെ ആക്ടിവിറ്റി. എനിക്ക് കൂടുതലായിട്ടൊക്കെ പരിചയമുണ്ട് എന്നുള്ളത് മനസ്സാറുമായിട്ടും ഒന്ന് ജോർജ് സാറുണ്ടായിരുന്നു, പിന്നെ CF സാറ്, പിന്നെ ഇതൊക്കെയായിട്ട് നമ്മൾ പേര് അറിയാം. പക്ഷേ പൊളിറ്റീഷ്യനായിട്ടായിരുന്നില്ല ഞങ്ങളുടെ ആക്ടിവിറ്റീസ്. നമ്മൾ കൂടുതലും കോളേജിലെ ലൈഫ് സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് കോളേജിലെ അക്കാഡമിക് സോഷ്യൽ ആക്ടിവിറ്റീസ്, കൾച്ചറൽ ആക്ടിവിറ്റീസ്, നാടകങ്ങൾ, ഡ്രാമ, ഇതിലൊക്കെയാണ് നമ്മുടെ ഫോക്കസ് ഉണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നത് അതൊരു മറ്റിടത്തൊക്കെ അങ്ങനെയല്ല. മറ്റു പലയിടത്തും രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചെയർമാനാകുന്നതും കൗൺസിലറാകുന്നതും. ഇവിടെ ആയിക്കഴിഞ്ഞാൽ ഫോക്കസ് വരുന്ന പൊളിറ്റിക്സിനല്ല, കൾച്ചറൽ ആൻഡ് സോഷ്യൽ മാഗസിൻസ്, നല്ല മാഗസിൻ ഇറക്കുക, കവിതകളുള്ളവർക്ക് കണ്ടുപിടിക്കുക, അങ്ങനെ സോ ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ആ ഒരു വ്യത്യാസം ഞാൻ കണ്ടു. ഇവിടെ വരുമ്പോൾ പലയിടത്തും, ഇവിടെ മാത്രമല്ല, മഹാരാജ് കോളേജായാലും മറ്റെല്ലാ കോളേജിലും ഇതാണ്, പൊളിറ്റീഷ്യൻസാണ്, പൊളിറ്റിക്സിന് വേണ്ടിയിട്ടാണ് ചെയർമാനാണ്, അല്ലാതെ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ദാറ്റ് ഈസ് എ മാർക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ ദ സ്റ്റൈൽ ഓഫ് ഫങ്ഷനിങ് ഓഫ് കോളേജ് യൂണിയൻസ്. പക്ഷെ നമ്മുടെ കോളേജ് യൂണിയൻ ഞാൻ എൻ്റെ പഴയ ഫോട്ടോ ഒക്കെ ഇട്ടത് ഒരു ഗൗണൊക്കെ ഇട്ട് ഒരു പ്രത്യേകത ഉണ്ടെന്ന്. സാറ് നമ്മുടെ കോളേജിന് SB കോളേജിന് നല്ലൊരു ഓഡിറ്റോറിയം ഉണ്ട്, നല്ലൊരു ലൈബ്രറി ഉണ്ട്, ക്യാൻറ്റീൻ ഉണ്ട്, ഒരു ബാങ്ക് ഉണ്ട്. ഇതിന് സാർ ഇതിൽ ഏതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറയാം? ക്യാൻറ്റീനൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യാൻ ഹോസ്റ്റലുണ്ടെങ്കിൽ പോലും ഈ ക്യാൻറ്റീൻ ഒരു രസമുള്ള സ്ഥലം, ഞാൻ സീനിയേഴ്സുള്ള സ്ഥലം. അതായത് ഒരു ഫിലിപ്പ് ഉണ്ടായിരുന്നു. ഈ ഫിലിപ്പ് ഒരു പാട്ട് ഈ NSSന്റെ വർക്കിന് പോകുമ്പോൾ ഫിലിപ്പ് ഇങ്ങനെ നമ്മുടെ പഴയ നാടൻ പാട്ടുകളുണ്ട്, ചുള്ളി ചെറിയ നാടൻ പാട്ടുകൾ, അത് പാടുന്നതാണ്. പിന്നെ തോമസ് രവി അവിടെ ഉണ്ടാവും. പിന്നെ ക്യാൻറ്റീനിൽ നടത്തുന്ന ആളായിട്ട് അവിടെ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. പിന്നെ ഓഡിറ്റോറിയം ലൈബ്രറി പറഞ്ഞാൽ ലൈബ്രറി ഇപ്പോഴും ഓർക്കുക. നമ്മൾ പറയും മറ്റപ്പള്ളി, ഫാദർ മറ്റപ്പള്ളി വളരെ സ്ട്രിക്റ്റ് ആയിട്ട് കൊണ്ടുവരുന്ന ലൈബ്രറി കൊണ്ടുവരുന്ന ആളാണ്. അദ്ദേഹം വളരെ പണ്ഡിതനായിരുന്നു അദ്ദേഹം. ലൈബ്രറി അത്ര സൈലൻസും ലൈബ്രറി ഇഷ്ടംപോലെ. എനിക്കത് എല്ലാം ഓർമ്മയുണ്ട്. PG പോകുമ്പോൾ ഞങ്ങൾക്ക് രക്ഷപ്പെട്ട ലൈബ്രറി ഉണ്ട്. അതാണ് ലൈബ്രറി എന്ന് പറഞ്ഞാൽ എനിക്ക് ആ ബിൽഡിംഗ് ലൈബ്രറി എന്ന് പറയുന്നത് വേറെ ഒരു കോളേജിൽ അവകാശപ്പെടാൻ പറ്റത്തില്ല. അതെ, അതൊക്കെ ഇതാക്കിയതാണ്. ഈ ഓഡിറ്റോറിയത്തിന് മാത്രം പ്രശ്നം ഉണ്ടായിരുന്നു. എക്കോസ്റ്റിക് ശരിയായിരുന്നു. അത് നിങ്ങൾ ഓർമ്മയുണ്ടോ? പലർക്കും ഓർമ്മയുള്ള ഒരാളുടെ പേര് ഞാൻ പറയാം. ഒരു ജോസഫ്, പുള്ളി ഇച്ചിരി മട്ടൻ ജോസഫ് എന്നാണ് വിളിക്കുന്നത്. പുള്ളി ഒരു കഥാപുസ്തകം നടത്തിയാണ്. പുള്ളി പറയുമായിരുന്നു കോണ്ടിനെൻ്റൽ ലെവൽ ഓഡിറ്റോറിയം, പഞ്ചായത്ത് ലെവൽ സൗണ്ട് സിസ്റ്റം അവിടെ. പുള്ളി ഇടയ്ക്കിടയ്ക്ക് പറയും. പുള്ളി ഒരു നല്ല മനസ്സിലായിരുന്നു. പുള്ളി ഒരു കഥാപുസ്തകമൊക്കെ പറയുന്ന ജോസഫ് ഞാൻ പറയും, എൻ്റെ മനസ്സിൽ നിന്ന് നുള്ളിക്കഴിഞ്ഞാൽ അള്ളിപ്പിടിക്കുന്ന ഓർമ്മകൾ വാങ്ങിയൊക്കെ പറയും. പുള്ളിയുടെ ഒരു തമാശ. പുള്ളി അറിയാം. ജോസഫിനെ നിങ്ങൾക്ക് എല്ലാവർക്കും പലർക്കും തന്നെ അറിയാം. ജോസഫ് ഒരു നല്ല തമാശ പറയും. അതെ, മരിച്ച് അങ്ങ് സ്വർഗത്തിൽ ചെല്ലുമ്പോഴേ എല്ലാവരും നോക്കും ഭയങ്കര ഇടിയായിരിക്കും വലത്ത് വയസ്സ് കർത്താവിൻ്റെ അവിടെ. നോക്കുമ്പോൾ SB കോളേജിൻ്റെ പ്രിൻസിപ്പൽ ഒരാളെ നിൽക്കുന്നു. അതിൻ്റെ പുറത്ത് കയറി അവരുടെ പേര് പെക്കോമീസ്, അസംഷനിലെ പ്രിൻസിപ്പൽ കാണും,
എല്ലാവരും നിങ്ങളെല്ലാം കൂടെ ഇടിച്ച് തിങ്ങി നിൽക്കുക. പാവം ജോസഫ് മാത്രം ഇടത്തോളം തിങ്ങി നിൽക്കുക. ഈ ആരെങ്കിലോ ഇടിക്കാൻ കർത്താവ് ഇവരൊന്ന് നോക്കും. കണ്ടുതരും ഒരൊറ്റ എബൌട്ട് ആര് പോയി സ്വർഗത്തിൽ കർത്താവ് ഒരു എബൌട്ടോട് അടിച്ചു കഴിയുമ്പോൾ ജോസഫ വലത്ത് വശത്ത് ജോസഫ് അത് പറയുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അതേ ഒരു ജീനസ് ആയിരുന്നു ഈ ജോസഫ്. പക്ഷെ പലപ്പോഴും ഒരു കോളേജിൽ കൂടെ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കും, തമാശകൾ പറയും. പുള്ളിയെ വിളിച്ചിട്ട് തമാശ പറയിപ്പിക്കുന്ന അവരുടെ ഹോബി. പുള്ളിങ്ങനെ പ്രാസം അനുപ്രാസം പലതും പറയുക. സാർ ഈ ഹോസ്റ്റലിൽ നാട്ടിലോട്ട് വീട്ടിലോട്ട് എത്ര ഡ്യൂറേഷൻ കഴിഞ്ഞാൽ പോകാറുള്ളത്? സാധാരണ ഞാൻ പറഞ്ഞു ശരിക്ക് ചില എൻ്റെ അമ്മ വീട് മീനടമാണ്. അവിടെയൊക്കെ പോകും. വണ്ടമ്പട് പോക്കെന്ന് പറഞ്ഞാൽ ചങ്ങനാശ്ശേരി നെടുങ്കണ്ടം വണ്ടികളെ അല്ലെ കുമ്മളി വണ്ടിയൊക്കെ ഏരിയ പോകുന്നു. സാധാരണ നമുക്ക് ഓണം പൂജാവധി ഉണ്ടെങ്കിൽ 3-4 ദിവസം ഓർക്കുന്നുണ്ട്. മോർണിംഗ് സ്റ്റാർ വണ്ടി ഇതിലാണ് വരവും പോക്കും കൂടുതൽ. മോർണിംഗ് സ്റ്റാർ വണ്ടി അതിലാണ് കയറി പോകാൻ. അതൊരു യാത്രയാണ്. വണ്ടമ്പള്ളിൽ നിങ്ങൾക്കറിയാം, എൻ്റെ ചെറുപ്പകാലത്തെന്ന് പറഞ്ഞാൽ 1 സ്വരാജ് ബസ് ഉണ്ടായിരുന്നു, ഒരു സെൻറ്റ് ജോർജ് ബസ്. ഈ 2 ബസ്. അപ്പോൾ ഞങ്ങളൊക്കെ അത് ഒരു വണ്ടി സ്വരാജ് ബസ്സില്ല, മറ്റേ സെൻറ്റ് ജോർജ് ബസ് മൂക്കുള്ള വണ്ടി എന്ന് പറയും. ഫ്രണ്ട് ഈ ലോറിയുടെ ഫ്രണ്ട് പോലത്തെ അതാണ് എഞ്ചിൻ വെളിയിൽ. അതാണ് എൻ്റെ ഓർമ്മ. അപ്പം ഞങ്ങളെല്ലാം കൂടെ ഡ്രസ്സൊക്കെ ഇട്ട് പോരുമ്പോൾ ഇവിടെ കോട്ടയത്ത് ചങ്ങനാശ്ശേരി പോകാൻ നാട്ടിൽ പോകാൻ അന്ന് ആ ബസ് വന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോകും. ആ അവസ്ഥയായിരുന്നു അന്ന്. ഇന്നിപ്പോൾ നമ്മൾ മോനെ ഞാൻ ഇപ്പോൾ സംസാരിച്ചിരിക്കുക, നിങ്ങളുടെ നാട്ടിൽ ഹോസ്റ്റലിൽ ഇരുന്നവരുമായിട്ട് സംസാരിച്ചാൽ വന്നത്. അത്രേ ഉള്ളൂ ലോകം. ഈ കുമളിക്കൊക്കെ പോകുന്ന സമയത്ത് സാറ് ഫ്രണ്ട്സൊക്കെ കാണുമോ, അതോ ആരെയും കൂടെ കൊണ്ടുപോകുമോ? ചുരുക്കം ആൾക്കാർ